ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ടാറ്റ ഇൻഡിക DLS ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ആണ് വണ്ടിയുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിന് ഓവർ ഹീറ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ ഓയിൽ റേഡിയേറ്ററിലോട്ട് വരുന്നുണ്ട്. അതായത് എൻജിൻ ഓയിൽ നേരെ റേഡിയേറ്ററിൽ വന്നിട്ട് നമുക്ക് ഇത് റേഡിയേറ്ററിൻ്റെ റിസർട്ട് ടാങ്കാണ് വരുന്നത്. റേഡിയേറ്ററിൻ്റെ റിസർട്ട് ടാങ്ക് തുറക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് എൻജിൻ ഓയിലാണ് ഈ വരുന്നത്. അങ്ങനെയാണ് ഇത് ഓവർ ഹീറ്റ്, കറക്റ്റായിട്ട് എൻജിൻ ആവാതെയാണ് ഇത് ഓവർ ഹീറ്റ് വരാനുള്ള ഒരു കാരണം. നമുക്ക് നോക്കിയാൽ ഇതിൽ കയറ്റി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എൻജിൻ ഓയിലാണ് ഈ വന്ന് നിൽക്കുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ എൻജിൻ ഓയിൽ വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓയിൽ കൂളറിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ ഓയിൽ ഈ റേഡിയേറ്ററിനകത്തോട്ട് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഫുള്ളായിട്ട് എൻജിൻ ഓയിലാണ് ഈ റേഡിയേറ്ററിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് കൂളൻറ്റിൻ്റെ ഒരു അംശമില്ല, എൻജിൻ ഓയിലാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ റേഡിയേറ്ററിനകത്ത് ഓയിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓയിൽ കൂളറിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഡിയേറ്ററിനകത്തോട്ട് ഓയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ഫുള്ളായിട്ട് എൻജിൻ ഓയിൽ മിക്സായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാസേജ് മൊത്തം ഇപ്പോൾ ഓയിലും വെള്ളവുമായിട്ട് മിക്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ കൂളർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ കൂളറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഈ ഓയിൽ ഫിൽറ്ററിനോട് ചേർന്നത്, അതായത് ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഓയിൽ കൂളറിലാണ്. ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇതാണ് ഇതിൻ്റെ ഓയിൽ കൂളർ. ഈ പോർഷനാണ് ഓയിൽ കൂളർ വരുന്നത്. ഇതിൻ്റെ 2 പൈപ്പാണ് വരുന്നത്. അതായത് ഈ ഓയിലിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 പൈപ്പ് കൊടുത്തേക്കുന്നത്. പോളണ്ടിൻ്റെ പൈപ്പ് തന്നെയാണ് വരുന്നത്. ഇത് വന്നിട്ട് ഈ ഒരു പൈപ്പ് കൂടെ റിട്ടേൺ പോകുന്നതാണ്. ഇപ്പോൾ വണ്ടിയുടെ അടിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓയിൽ കൂളർ വരുന്നത്. അപ്പോൾ ഈ 2 പൈപ്പ് വരുന്നത്, വെള്ളത്തിൻ്റെ 2 ഹോസ് വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അഴിക്കണം. ആദ്യമേ നമുക്ക് ഓയിൽ ഫിൽറ്റർ അഴിക്കണം. ഓയിൽ ഫിൽറ്റർ അഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾട്ട് ഉണ്ട്. ആ ഒരു ബോൾട്ട് നമുക്ക് അഴിച്ചെടുത്താൽ മാത്രമേ ഈ ഓയിൽ കൂളർ നമുക്ക് പുറത്തോട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ 2 കണക്ഷനും അഴിച്ചു വിടണം. ഈ 2 വെള്ളത്തിൻ്റെ കണക്ഷനും അഴിച്ചു വിടണം. ഓയിൽ ഫിൽറ്റർ നമുക്ക് ഫസ്റ്റ് അഴിച്ചു വിടാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ 2 പൈപ്പ് അഴിച്ചു വിടേണ്ടതായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ 2 പൈപ്പ് അഴിച്ചു വിടണം. അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്റർ നട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സെൻറ്റർ നട്ട് വരുന്നത് 27ൻ്റെ ബോക്സ് ആയിരിക്കും. 27ൻ്റെ ബോക്സ് ഇട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ 2 പൈപ്പ് അഴിച്ചു വിടാം. നമ്മൾ ഇത് ആദ്യം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ പൈപ്പ് അഴിക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 പൈപ്പിൻ്റെ ക്ലിപ്പ് ലൂസ് ചെയ്തിട്ട് ഇത് പൈപ്പ് ലൂസ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ 2 ഓസും അഴിച്ച് എടുത്തിട്ടുണ്ട്. ഒരു ഓസ് ഇങ്ങോട്ട് മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ 27ൻ്റെ ബോൾട്ടാണ് അഴിക്കേണ്ടത്. 27ൻ്റെ ബോക്സ് ഉപയോഗിച്ച് നമുക്കിത് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് 27ൻ്റെ ബോൾട്ട് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് ബോക്സ് ഉപയോഗിച്ച് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പൈപ്പിൽ നോക്കുമ്പോൾ ഇതിൽ ഓയിലിൻ്റെ മയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇതിൽ ഓയിലിൻ്റെ മയമോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഈ പൈപ്പിൽ ഓയിലിൻ്റെ മയം ഉണ്ട്. മീൻസ് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പൈപ്പ്, ഇത് റിട്ടേൺ പോകുന്ന പൈപ്പാണ്. അപ്പം ഈ ഓയിൽ കൂളറിന് അകത്ത് പൊട്ടലുള്ളത് കൊണ്ട് ഇത് റിട്ടേൺ പോകുമ്പോൾ ഓയിൽ ഉൾപ്പെടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓയിലിൻ്റെ മയം ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ ഓയിലിൻ്റെ മയോ കാര്യങ്ങളോ ഒന്നുമില്ല, കൂളറിൻ്റെ മയം തന്നെയാണ് വരുന്നത്. വേറെ ഓയിലിൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നിന്ന് ഓയിൽ നമുക്ക് നല്ലതുപോലെ മയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മീൻസ് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്യൂബ്, ഇത് തിരിച്ച് പോകുന്ന റിട്ടേൺ ട്യൂബിലാണ് ഓയിലിൻ്റെ മയം വന്നേക്കുന്നത്. മീൻസ് ഓയിൽ കൂളർ അകത്ത് കോറ് പൊട്ടിയേക്കുന്നത് കൊണ്ട് ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഓയിൽ ഉൾപ്പെടെയാണ് തിരിച്ച് റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ നോക്കാം. അപ്പോൾ ഓയിൽ ഫിൽറ്റർ ഓയിൽ കൂളർ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ നോക്കാം. ഇപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത ഓയിൽ കൂളർ വരുന്നത് ഇതിൻ്റെ സെൻറ്റർ നട്ടാണ് ഇതിൻ്റെ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഓയിൽ കൂളറിൽ നമ്മൾ ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ചെറിയ കോറുകളാണ് ഇതിനുള്ളിലായിട്ട് വരുന്നത്. ചെറിയ ചെറിയ കോറുകൾ ഇതിനുള്ളിൽ വരുന്നുണ്ട്. ഇതിനുള്ളോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കോറുകൾ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് തുരുമ്പ് പിടിച്ച പാടും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. മീൻസ് നമ്മൾ കൂളൻ്റ് ഒഴിക്കാതെ കുറേ കാലം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ കോറ് പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകും. തുരുമ്പ് പിടിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓയിൽ സർക്കുലേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂളൻ്റിൻ്റെ സർക്കുലേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കാണുന്ന ചെറിയ ചെറിയ കോറുകൾ പൊട്ടിക്കഴിഞ്ഞാൽ നേരെ റിട്ടേൺ പോകുമ്പോൾ ഓയിൽ കൂളൻ്റ് ഇങ്ങനെ വരുന്നുണ്ട്. റിട്ടേൺ പോകുന്ന അവസരത്തിൽ ഓയിലൂടെ റിട്ടേൺ റേഡിയേറ്ററിൻ്റെ പാസേജിനകത്ത് കൂളൻ്റിൻ്റെ പാസേജിനകത്തോട്ട് പോകും. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഓയിലിൻ്റെ മയവും ഇതിനകത്ത് ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ നമ്മൾ നോക്കും വെള്ളത്തിൻ്റെ അംശം മാത്രം, അധികം ഓയിലിൻ്റെ അംശമുണ്ട്, എന്നാലും വെള്ളത്തിൻ്റെ അംശമാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. പക്ഷേ ഇവിടെ തുരുമ്പ് പിടിച്ചേക്കുന്നത് കൊണ്ട് ഈ ഓയിൽ കൂളറിനകത്ത് പൊട്ടൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓയിലും വെള്ളവും കൂടെ മിക്സായിട്ട് നേരെ റേഡിയേറ്ററിൻ്റെ പാസേജിലോട്ട് പോകുന്നത്. ഇത് നമുക്ക് കൂളൻ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്ത് പൊട്ടലുള്ളത് കാരണം ഓയിൽ നേരെ പ്രഷറൈസ്ഡായിട്ട് ഓയിൽ നല്ല പ്രഷറിലായിരിക്കും ഇതിനകത്ത് ഓയിൽ സർക്കുലേഷൻ വരുന്നത്. ഈ ഓയിൽ നേരെ റിട്ടേൺ പോകുന്ന സമയത്ത് ഓയിലും വെള്ളവും കൂടെ വെള്ളത്തിൻ്റെ കൂടെ കയറിയിട്ട് റിട്ടേൺ പോകുന്നു. അങ്ങനെ റേഡിയേറ്ററിൻ്റെ പാസേജിൽ ഫുള്ളായിട്ട് ടാങ്കിനകത്തും ഒക്കെ എഞ്ചിൻ ഓയിലിൻ്റെ അംശം വരുന്ന ഓവർ ഹീറ്റ് ആവുന്ന കണ്ടീഷൻ വരുന്നത് ഈ ഓയിൽ കൂളറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫുള്ളായിട്ട് കോറുകളാണ് ഇതിനുള്ളിൽ വരുന്നത്. അതായത് ഈ ഓയിലിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാസേജ് വന്നേക്കുന്നത്, ഓയിൽ കൂളർ വന്നേക്കുന്നത്. കൂടുതലും ഡീസൽ വണ്ടികൾക്ക് ഓയിൽ കൂളർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ റിസർവ് ടാങ്കിനകത്ത് അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ ഭാഗത്തോട്ട് ഓയിൽ കയറുന്നുണ്ടെങ്കിൽ ഓയിൽ കൂളർ ആയിരിക്കും കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് പുതിയ ഓയിൽ കൂളർ എടുക്കാം. അതുപോലെ തന്നെ ഓയിൽ കൂളർ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ പുതിയ ഓറിങ്ങിൻ്റെ ഭാഗത്ത് ശകലം ഓയിലിൻ്റെ മയം ചേർത്തിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഓയിൽ കൂളർ എടുക്കാം. നമ്മളിപ്പോൾ പുതിയ ഓയിൽ കൂളർ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ ഓയിൽ കൂളർ. ടാറ്റയുടെ ജെന്യൂൻ പാർട്സ് തന്നെയാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ കൂളർ ഫിറ്റ് ചെയ്യാം. ഓയിൽ കൂളർ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ നട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ബോൾട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ ആയിരിക്കും ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഈ ഭാഗം നേരെ അറ്റാച്ച് ആവുന്നത് നമ്മുടെ എൻജിൻ ബ്ലോക്കിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓയിൽ കൂളറിൽ നമ്മളിപ്പോൾ ഓയിൽ ഓൾറെഡി നമ്മൾ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ ഒരു അംശം തേച്ചിട്ട് വേണം ഈ ഓയിൽ കൂളർ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഓയിൽ കൂളറിൻ്റെ ഒരു പൊസിഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോസ് ഇങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിത് ഫുൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഹോസ് ഇടുക. ഹോസ് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമ്മളിത് ഫുൾ ടൈറ്റ് ചെയ്യാവൂ. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് കൊള്ളിച്ച് വെക്കാം. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് കാരണം തിരിയാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ശകലം കൂടെ യൂസ് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് ഫ്രീ ആക്കിയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. ഹോസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ 2 ട്യൂബും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്, ഹോസ് കയറ്റിയേക്കുന്നത്. കാരണം പഴയ ഹോസ് ആയതുകൊണ്ട് ബോണ്ട് ഇട്ടിട്ടാണ് കയറ്റിയേക്കുന്നത്. ഇനി നമുക്കിത് കറക്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് കറക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് തന്നെ ടൈറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഹോസ് പൊട്ടാനുള്ള ചാൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതാണോ ഫ്രീ മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ആംഗിളിലാണ് ഹോസ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ആംഗിൾ വെച്ച് ഇത് ഫുൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഓയിൽ കൂളർ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പൈപ്പും കാര്യങ്ങളൊക്കെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററും ഫിറ്റിങ്സും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ കുറവുള്ളത് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഇതിനകത്ത് ഓയിൽ മയം കാര്യങ്ങളൊക്കെ കളയേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേഡിയേറ്റർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. അതുപോലെ തന്നെ പാസേജിലുള്ള ഓയിലും കാര്യങ്ങളും എല്ലാം എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കൂളൻ്റ് മാറിക്കഴിഞ്ഞാൽ ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ കുറച്ചുകൂടെ കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കൂളൻ്റ് മാറ്റി വിടുക. കാരണം എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും പിന്നീട് ഓടുമ്പോൾ ഈ ബ്ലോക്കിനകത്തൊക്കെ ഓയിലിൻ്റെ അംശം ഇതിനകത്ത് വെള്ളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള അംശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ കൂളൻ്റ് മാറ്റി വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാസേജും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞേക്കാം.
ഇപ്പോൾ ഇതിൻ്റെ ലൈനും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലീൻ ചെയ്താലും ചെറിയൊരു അംശം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂളൻറ്റിനകത്ത് വരും. അപ്പോൾ കുറച്ചുകൂടെ കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൂളൻറ്റ് കറക്റ്റായിട്ട് മാറ്റി വിടുക. എന്നിട്ടും ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ 1-2 വട്ടം കറക്റ്റായിട്ട് കൂളൻറ്റ് മാറ്റി വിടുക. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ മയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നേക്കുന്നതാണ് ആ ഓയിൽ മയം. അപ്പോൾ റേഡിയേറ്ററിനകത്ത് ഓയിലിൻ്റെ അംശം കാണിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഓയിൽ കൂളർ പോയതായിരിക്കും. നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഓയിൽ കൂളറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കും ഈ ഒരു റേഡിയേറ്ററിനകത്തോട്ട് ഓയിൽ കയറാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ വണ്ടി അധികം ഓടിക്കാതിരിക്കുക. ഓടിച്ചു കഴിഞ്ഞാൽ ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ എഞ്ചിൻ പണിയേണ്ടത്, ഹെഡ് പണിയേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുന്നുണ്ട്. ബാക്കിയുള്ള ലൈനും കാര്യങ്ങളും എല്ലാം ടാങ്കും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ചെറിയൊരു ഓയിലിൻ്റെ അംശം നമുക്ക് റേഡിയേറ്ററിനകത്ത് വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്ററോ ഒക്കെ ഓടി കഴിയുമ്പോഴത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 50 കിലോമീറ്ററൊക്കെ ഓടി കഴിഞ്ഞിട്ട് മാറുന്നത് നല്ലതായിരിക്കും. അപ്പോഴത്തേക്ക് ഫുള്ള് ഓയിൽ വരും. എന്നിട്ട് ഓയിൽ മയം കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കൂളൻ്റ് മാറ്റി വിടുക. അപ്പോൾ ടാറ്റ ഇൻഡിക്കയുടെ റേഡിയേറ്ററിനകത്ത് ഓയിൽ വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഇൻ്റർകൂളറല്ല, ഓയിൽ കൂളറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. നമ്മളതിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.